ഹലോ ഗൈസ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളൂ. വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് ഇങ്ങനെ കുറേ നാളായി ഇതേപോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കും, വീഡിയോ എടുത്തു വെക്കും, പോസ്റ്റ് ചെയ്യത്തില്ല, അങ്ങനെ കുറേ ആയിട്ട് പോകുന്ന. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ചുകൂടെ ഒന്ന് എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നു, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പിന്നെ ഫേസ്ബുക്കിൽ ഈ തന്തമാരാണ് സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ വല്ലപ്പോഴും സപ്പോർട്ട് ചെയ്തുകൂടെ? എല്ലാം ഹെൽത്തി അല്ലേ? അവിടെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ തന്നെയാണ്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നല്ലൊരു റീച്ച് കയറും, പിന്നെ ഇടയ്ക്ക് ഡൗൺ ആവും, പിന്നെയും ട്രൈ ചെയ്യും. ഇനി എത്ര വർഷത്തോളം ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒന്ന് സെറ്റായി വരാൻ. പിന്നെ കുറേ അമ്മ അൺഫോളോ അടിച്ച് പോവും. പിന്നെ കുറേ അമ്മമാർ ഫോളോ ചെയ്തിട്ടിട്ട് എന്തിനാ? അമ്മമാർ വീഡിയോസ് കാണുന്നില്ല, കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യത്തില്ല, ലൈക്ക് ചെയ്യത്തില്ല, ചുമ്മാ ഇതേപോലെ ഫോളോ ചെയ്തിട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ട് എന്താണ് ഇതൊന്നും എനിക്കറിയില്ല. ബാക്കിയുള്ളവരൊക്കെ കുറേ കണ്ടൻസും വീഡിയോസൊക്കെ ഇരുന്ന് കാണും, പക്ഷെ സ്വന്തം കൂട്ടുകാരന്മാരുടെ, സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഒക്കെ വീഡിയോസ് കാണാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. കുറേ നേരം കിടന്ന് സ്ക്രോൾ ചെയ്യും, കുറേ നേരം സ്ക്രോൾ ചെയ്ത് കുറേ മീംസിനും മറ്റേതിനും മാർജിനും പിന്നെ പല ഹിന്ദിക്കാരന്മാരുടെ കണ്ടൻറ്റിനും പിന്നെ കുറേ പുറത്തുള്ള രാജ്യക്കാരുടെ വീഡിയോസിനും എല്ലാം സപ്പോർട്ട് ചെയ്യും, കമൻറ്റോടും എല്ലാം ചെയ്യും. നാട്ടിലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ പോലും വീട്ടിലുള്ളവരും കുടുംബക്കാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല, കറക്റ്റ് കാര്യമാണ്. നമ്മൾ എന്തോരം ചെയ്തിട്ടും എന്തൊക്കെ നമ്മൾ കുറച്ച് പേര് ചില ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ വിളിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രോ അടിപൊളി, കൊള്ളാം, സംഭവം കൊള്ളാം, കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ. പക്ഷേ ബ്രോ, ഞാനത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് സെക്ഷനിലൂടെ കാണണം. അവിടെ നിന്നാണ് ഈ വീഡിയോസൊക്കെ ഒന്ന് റീച്ചായി കയറുന്നത്. ആ വീഡിയോസ് റീച്ചായി കയറിയാലും ഈ സപ്പോർട്ട് വിളിച്ചു പറയുന്നതിന് ഗുണമുണ്ടാവും. അപ്പം ഈ ഫോണിൽ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ വീഡിയോസൊക്കെ കാണാറുണ്ട്, കൊള്ളാം എന്ന് പറയുന്നതിന് പകരം ഈ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിളായിട്ട് കിടപ്പുണ്ട്. അത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ കൊള്ളാവോ, കണ്ടൻറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം, സംസാരിക്കുന്ന രീതിയിൽ മാറ്റണോ, എന്ത് കണ്ടൻറ്റ് ചെയ്താൽ കൊള്ളാം, ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് സെക്ഷൻ ഓണാക്കി വെക്കുന്നത് ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും. പക്ഷെ അതൊന്നും ആരും ചെയ്യത്തില്ല. എല്ലാവരും വിളിച്ചും കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴൊക്കെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്കൊരു കുളിർമ വരും. അതിൽ കൂടുതൽ ഒരു ഗുണവും നമ്മുടെ വീഡിയോസിനോ അല്ലെങ്കിൽ പേജിനോ തരാനില്ല. സോ പറ്റുന്നവരൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എടാ കൊള്ളാം, കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കണ്ടൻറ്റ് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഇന്നൊരു ചേഞ്ച് കൊണ്ടുപോവാ, നീ ഈ കണ്ടൻറ്റിനെ കുറിച്ചും ചെയ്ത് നോക്ക്. എവിടെ ഈ കണ്ടൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് എന്ത് കണ്ടൻറ്റ് ചെയ്യും, എന്ത് കണ്ടൻറ്റ് ചെയ്ത ആൾക്കാർ കാണും, എന്ത് കണ്ടൻറ്റിന് റീച്ച് കിട്ടും, എന്ത് കണ്ടൻറ്റ് ഇതാക്കും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഇതേപോലെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഭാര്യ ഒളിച്ചോടുന്നത്. അപ്പോൾ എല്ലാണോട് ആ കണ്ടൻറ്റ് ചെയ്തുകൊണ്ട് സീരിയസ്ലി നാളെ എൻ്റെയോ നിൻ്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേറെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഞാൻ അഖിലൻ അറിയുടെ അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ചേരാൻ നല്ല റീച്ചുള്ള കണ്ടൻറ്റ് ആയിരുന്നു. ഇടുമ്പോൾ തന്നെ കുറേ കമൻറ്റ് ചെയ്യുന്നില്ല.
അവള് മറ്റേതാ കണ്ടക്ടർമാരിന് ഇവന് മറ്റേതാണ്, മറിച്ചാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. പിന്നെ ചിലവന്മാർ കാറിനകത്ത് കയറിയിരുന്നിട്ട് ഇതെൻ്റെ കൂട്ടുകാരൻ കേട്ടോ, ഞാൻ ഇവനൊന്നും പറയത്തില്ല കേട്ടോ, പക്ഷെ എന്നാലും ഇങ്ങനെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു വരും. കുറച്ചവന്മാർ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വരും. ഇത് കോമഡി അല്ലേ ഇവിടെ? വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൗണ്ട് ബാധിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ഫാൻ ഇട്ട് നോക്കാം. ചൂട്, ഭയങ്കര ചൂട്. യെസ്, വേറൊരു കാര്യം പറയാം. കുറേ എണ്ണം അലിൻ ജോസ് പെരേരനെ മറ്റൊരു മറിച്ചവരൊക്കെ കമൻറ്റ് സെക്ഷനിൽ കയറിയിരുന്ന് തെറി വിളിക്കും. എന്നിട്ട് ഇവന്മാർ തന്നെ അവന്മാർക്കൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് അവന്മാരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതിൽ തെറി വിളിക്കുക. എന്നിട്ട് പറയും, അലിൻ ജോസ് പെരേരനെ കണ്ടോ, ഇവന്മാരെന്ത് വീഡിയോ ചെയ്താലും റീച്ചാ. എടാ പൊട്ടന്മാരെ, നീയൊക്കെ എഴുതുന്ന കമൻറ്റിൽ അവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മണ്ടന്മാർ. നീയൊക്കെ പോയി കുത്തിയിരുന്ന കമൻറ്റ് ചെയ്തില്ലേ, ആ കമൻറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ റീച്ച് ആവുന്നത്. ആ വീഡിയോ റീച്ച് ആകുമ്പോഴത്തേക്കാണ് അവൻ്റെ അക്കൗണ്ടിൽ പൈസ കയറുന്നത്. മനസ്സിലായോ? വീണ്ടും ചെല്ലണം കേട്ടോ. ഇനി അവൻ എന്താ വരാതം കാണിച്ചു വരും. അവൻ ഈ ഇടയ്ക്ക് പെൺവേഷമൊക്കെ കിട്ടി വന്നിട്ടില്ല, അതിൻ്റെ അടിയിൽ ചെല്ലും കുറേ എണ്ണം. അതിൻ്റെ അടിയിൽ കുറേ എണ്ണം ചെല്ലുമ്പോഴത്തേക്ക് അവൻ റീച്ച് ആവും. എടാ ഞങ്ങളൊക്കെ, ഞാൻ എന്തായാലും തുണി ഊരണോ? നമ്മൾ തുണി ഊരി മറ്റവനെ പോലെ അപരാധമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുറേ കമൻറ്റൊക്കെ ഇട്ട് വരൂലേ. അതാണ് സംഭവം. നല്ല കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പം ആൾക്കാർക്ക്, സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിയാനും ആരുമില്ല. എടാ വേറൊരു സംഭവം ഇവിടെ പറയാവേ. ഇന്നലെ ഞാനൊരു ഒരു വാർത്താ ചാനലിൽ ഇതേപോലെ 24 ആണെന്ന് തോന്നുന്നു, വാർത്താ ചാനലിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇനി വിയർക്കും, യൂട്യൂബേഴ്സിന് വിയർക്കും പൈസ ഉണ്ടാക്കാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോസ് പോയില്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും ഇത്ര പൈസ കിട്ടില്ല, യൂട്യൂബ് കർശനമാക്കുകയാണ്, മറ്റേതാണ് മറിച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ആ ഒരു കമൻറ്റ് സെക്ഷൻ്റെ കയറി നോക്കിയപ്പോൾ ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കട്ടെ, ഇനിയെങ്കിലും മറ്റേതാക്കി ജീവിക്കട്ടെ, ഇനിയെങ്കിലും മറിച്ചാക്കി ജീവിക്കട്ടെ. എടാ നിന്നെ ഒന്നും കൊണ്ട് നടക്കത്തില്ല ഈ വീഡിയോ ഉണ്ടാക്കൽ. ഇത് നീ വിചാരിക്കുന്നത് എന്തുവാ, ചുമ്മാ വന്നിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നാ? ചെയ്തു നോക്ക്, നീ ചെയ്തു നോക്ക്. നീ ഇതേപോലെ ചുമ്മാ വീഡിയോ ഓണാക്കി വെച്ച് നിന്നെ കൊണ്ടൊരു ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മീശ അടിക്കാം. എടാ ഈ ഓരോ വീഡിയോസ് ഉണ്ടാക്കുന്നവരും ഓരോ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്, അല്ലാതെ സൂയിച്ച് കിടന്നിട്ടല്ല. ഈ കഷ്ടപ്പെട്ട് വീഡിയോസ് ഉണ്ടാക്കി ഓരോ ദിവസം മുടങ്ങാതെ ഇട്ടിട്ട് കയറി വീഴുമ്പോഴാണ് നിൻ്റെയൊക്കെ കണ്ണിലോട്ട് നമ്മളെ കാണത്തുള്ളൂ. അല്ലാതെ നീയൊന്നും ഞങ്ങളെ കാണത്തില്ല. അതേപോലെ കയറി വന്നവർ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും. അല്ലാതെ ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു യൂട്യൂബേഴ്സും പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. അവിടെ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ വന്ന് എൻ്റെ വ്യൂസ് കാര്യങ്ങളെല്ലാം പോയി, അക്കൗണ്ട് ഫുള്ള് ഡെഡാവുന്നൊരു പരുവത്തിലെത്തി. ഡെഡായി 6 മാസത്തോളം വീഡിയോസ് ചെയ്തിരുന്നു. എന്നിട്ട് തിരിച്ച് കയറ്റിക്കൊണ്ട് വരികയാണ്. മനസ്സിലായോ? ഞാൻ 70,000-80,000 രൂപയ്ക്ക് മണ്ടയിൽ ഞാൻ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട്. 70,000-80,000 അല്ലേ, എണ്ണയാണ് പറഞ്ഞുതരാം.
മൈക്ക് 12,500 രൂപ. ഫോൺ, എൻ്റെ ഇരുന്ന ഫോൺ ഇതല്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ച ഫോണാണ്. 82,500 900 രൂപ. ഫോണിൻ്റെ ചാർജർ തന്നെ 3000 രൂപയാണ്. അപ്പം എല്ലാം കൂടി ഒന്ന് കൂട്ട്. 82, 12, 1 ലക്ഷത്തിന് മണ്ടേ കയറിയില്ലേ ഇപ്പം തന്നെ. ഈ 1 ലക്ഷം രൂപ ഞാൻ ഇതിന് ചിലവാക്കി. ഇവിടെ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. റിംഗ് ലൈറ്റിന് 1500 രൂപ. പിന്നെ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എറണാകുളത്ത് നിൽക്കുന്നതിന് റൂം റെൻറ്റ്, ഫുഡ്, കാര്യങ്ങൾ, ചിലവ്, ഇതിന് ഞാൻ വേറെ പണിക്ക് പോയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കി ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോസ് ചെയ്യുന്നത്. ഇത്രയും പൈസ ചിലവാക്കിയിട്ടാണ് ഞാൻ 15,000 രൂപയ്ക്കുള്ള ഒരു 3 പ്രൊമോഷൻ വീഡിയോസ് എടുത്ത് ചെയ്തത്. അതിലെനിക്ക് ഇവിടെ റെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്ലിയർ ആക്കാൻ പറ്റി. എടാ ഇതെല്ലാം എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഓരോന്ന് ചെയ്തു തരുന്നത്. അല്ലാതെ ഈ കൂലിപ്പണിക്ക് പോകുന്നവർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ബസ് ഓടിക്കുന്നവർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ എഞ്ചിനീയർമാർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, ഡോക്ടർമാർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, പഠിച്ചവർക്ക് മാത്രമേ വിലയുള്ളൂ, പഠിക്കാത്തവർക്കൊന്നും വിലയില്ല. എടാ ഇന്ന് ഈ വീഡിയോസ് ചെയ്ത് വരുന്നവന്മാർ ഡോക്ടറിനെയും കാട്ടി എഞ്ചിനീയറേയും കാട്ടി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കി വരുന്നില്ല. 5-6 വർഷം കണ്ടന്റ് വീഡിയോസ് ചെയ്ത് ഇപ്പം ഡോക്ടർ 5 വർഷം 6 വർഷം എടുത്താണ് പഠിക്കുന്നതെങ്കിൽ എഞ്ചിനീയർ 4 വർഷം 5 വർഷം എടുത്താണ് ഒരു ജോലിക്ക് കയറുന്നതെങ്കിൽ, അതേപോലെ തന്നെ ഡിഗ്രി എടുത്ത് വരുന്നവരും എല്ലാം വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് എല്ലാവരും കയറി വരുന്നത്. അപ്പം ഒരിക്കലും എന്ത് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരിക്കലും അവർ ചെയ്യുന്ന പണിക്ക് പണിയില്ല എന്ന് മാത്രം വിചാരിക്കരുത്. എല്ലാം പണിയുണ്ട്. അല്ലാതെ ഒന്നും മറ്റേ ആരും വായിക്കൊണ്ടൊന്ന് വെച്ചിരുന്നയോ. നിങ്ങൾക്കൊക്കെ എന്താ അറിയാന്നേ? കുറേ കമൻറ്റ് സെക്ഷനിൽ കയറി കമൻ്റ് ഇട്ട് കളിയാക്കാൻ അറിയാം, അല്ലാതെ എന്തും. കുറച്ചാൾ പിന്നെ കുറച്ച് കനാൽ ബോയ്സ് എന്ന് കുറച്ച് പയ്യന്മാർ ഇറങ്ങിയായിരുന്നു. ഇവന്മാർക്കുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അവിടെയുള്ള അവന്മാരുടെ വീടും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവന്മാരുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്നും വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്നും. അപ്പം അവന്മാർക്ക് പറ്റുന്ന കണ്ടന്റ് അവന്മാരുണ്ടാക്കി ആദ്യം. അവിടെ അത് കാണണമെങ്കിൽ കാണും, ഇല്ലെങ്കിൽ ഒഴിവാക്ക്. പക്ഷേ നിങ്ങൾക്ക് അന്ന് അത്രയും നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടുകൊണ്ട് അവന്മാർക്ക് കുറച്ചൊക്കെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി, വീഡിയോസൊക്കെ റീച്ചായി. അതൊക്കെ നല്ലതായിരുന്നു തന്നെ. എടാ എനിക്ക് വീട്ടിൽ പോയി കിടന്നു കഴിഞ്ഞാൽ രാവിലെ നല്ല അടിപൊളി ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് 12:30 തികയുന്നതിന് മുന്നേ ചോറും കറിയും അതും ഇതും എല്ലാം വീട്ടിൽ റെഡിയാണ്. രാത്രി 8 മണിക്ക് മുന്നേ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. 3 നേരം സുഖമായിട്ട് കഴിച്ച് കിടക്കാം. ഞാനിവിടെ എറണാകുളത്ത് വന്ന് ഈ മാഗിയും കഴിച്ച് ഓരോ ദിവസവും സ്പെൻഡ് ചെയ്ത് ഓരോ വീഡിയോസ് ചെയ്ത് എടാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കുറേ എണ്ണം എടാ എനിക്ക് മനസ്സിലാവാത്തതല്ല, എനിക്ക് പ്രൊമോഷൻ വർക്ക് കിട്ടിത്തുടങ്ങിയെന്ന് കാണുമ്പോഴാണോ നിങ്ങൾക്ക് ഈ ഞാൻ ഇതുവരെ പ്രൊമോഷൻ വർക്ക്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ആകെ ഞാൻ കഴിഞ്ഞ മാസമാണ് എടുക്കുന്നത്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഇപ്പോൾ ഒരു എടപ്പള്ളിയിലുള്ളൊരു ഈസി സ്റ്റോറിൻ്റെയും. അത് പ്രൊമോഷനായിട്ട് എടുത്തതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുതിയ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഞാൻ അവർക്ക് കയറി ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്രോച്ച് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ചെയ്തു. സീരിയസ്ലി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം,
എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ നിന്ന്? ഇപ്പം കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറേ കോപ്പി അടിച്ച് വരുന്ന ടീംസ് ഉണ്ട്, കുറേ എന്തിനോ വേണ്ടി എന്തൊക്കെയോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അറിയത്തില്ല ഇവരെന്തോ ചെയ്യുന്നതെന്ന്, എന്തിനാ ചെയ്യുന്നതെന്നൊന്നും. അവിടെ നിങ്ങൾക്കത് ചിലപ്പോൾ ടൈം പാസ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഈ ടൈം പാസ് ചെയ്യുമ്പം നമുക്ക് അവിടെ അത്രയും വ്യൂവേഴ്സ് മാറിക്കൊണ്ടിരിക്കുക, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം കഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. ഈ ടൈം പാസ് ചെയ്യുന്നവർ, എടാ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പം വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യട്ടെ, പറ്റുമോ? സർജനായിട്ട് തന്നെ കയറ്റുമോ? കുറച്ച് ശമ്പളം കിട്ടിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ വല്ല IT ഫീൽഡിലോ IT പാർക്കിലോ എന്തെങ്കിലും ജോലി തരുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് തന്നെ വിളിക്കുമോ? അവിടെ ഇതൊരു പ്രൊഫഷനാണ്, മനസ്സിലായി? ഇതൊരു പ്രൊഫഷനാണ്. നമ്മൾ ഇത്രയും നാളെടുത്ത് സ്കില്ല് പഠിച്ച് സംസാരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് ഞാൻ ക്യാമറയെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതൊരു സ്കില്ലാണ്, അത് എല്ലാവർക്കും പറ്റത്തില്ല. ഞാൻ എന്ത് പ്രാന്താന്ന് വിചാരിച്ചോ ഇടയ്ക്കൊക്കെ. എന്നിട്ട് നമ്മളത് ചെയ്യുകയാണ്. കുറച്ച് നാളെടുത്ത് ഞാൻ 6 മാസത്തോളം ഞാൻ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്.